യൗവനക്കാരായ നമ്മുടെ കുഞ്ഞുങ്ങൾ 15, 16, 17 വയസ്സ് പ്രായമുള്ള യൗവനക്കാരായ കുഞ്ഞുങ്ങൾ പോലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിതം പാഴാക്കിക്കൊണ്ടിരിക്കുന്ന അനേക അവസ്ഥകൾ ഓരോ ദിവസങ്ങൾ നാം കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ അവരുടെ നല്ലൊരു ശുഭഭാവിക്ക് വേണ്ടി അവരിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് കലാലയങ്ങളിലേക്കും സ്കൂളുകളിലേക്കും ഹയർ സ്റ്റഡിക്കും ഒക്കെ പറഞ്ഞയക്കുമ്പോൾ അവരെ കുറിച്ച് വലിയ പ്രതീക്ഷ അവർക്കുണ്ട്. പക്ഷേ അവരുടെ പ്രതീക്ഷകളെ തകർത്തുകൊണ്ട് അനേക മാഫിയ സംഘങ്ങളുടെ പിടിയിൽ അമർന്ന് മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അഡിക്റ്റായി ജീവിതം പാഴാക്കിക്കൊണ്ടിരിക്കുന്ന യൗവനക്കാരായ ചെറുപ്പക്കാർ, മദ്യം ഉപയോഗിക്കുന്ന, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് അത് ലഭിക്കാതെ വരുമ്പോൾ അവൻ ചെയ്തു കൂട്ടുന്ന പൈശാചികമായ ചേഷ്ടകൾ ഇന്ന് നമുക്കറിയാം. അവൻ ഉപയോഗിക്കുന്ന മയക്കുമരുന്നിന് അപ്പനോടോ അമ്മയോടോ പണം ചോദിക്കുമ്പോൾ അത് കൊടുത്തില്ലെങ്കിൽ അവരെ വെട്ടിക്കൊല്ലുവാൻ നോക്കുന്ന, കുത്തിമലത്തുവാൻ നോക്കുന്ന പൈശാചികമായ പ്രവൃത്തി അവന്റെ അടഞ്ഞുകൂടിയിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന ഈ കേരളത്തിലാണല്ലോ, നാം വസിക്കുന്ന ഇടത്താണല്ലോ കൂട്ടക്കൊലകളും അരുംകൊലകളും പീഡനങ്ങളും മൃഗതുല്യമായി മനുഷ്യൻ മാറിക്കൊണ്ട് നടത്തിവരുന്ന ചേഷ്ടകളുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ കാരണം? വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടാണോ? നല്ല വീടില്ലാഞ്ഞിട്ടാണോ? നല്ല സാമ്പത്തികമായ നന്മകളില്ലാഞ്ഞിട്ടാണോ? അല്ല, മനുഷ്യനിൽ കടന്നുകൂടുന്ന പാപമെന്ന ഭീകരമായ സത്വം മനുഷ്യനെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പറഞ്ഞയച്ചുകൊണ്ടിരിക്കുകയാണ്. പാപമെന്ന് പറയുന്നത് ദൈവത്തിന് മനുഷ്യനോടുള്ള ബന്ധത്തിൽ നിന്ന് അവനെ അകറ്റി ലോകത്തിലേക്ക് അവനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ അനുഭവം.